Good morning students. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ഇലക്ട്രിക് ഡൈപോൾ. നമുക്കറിയാം ഒരു ആറ്റം അതിനുള്ളിൽ പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ് ന്യൂക്ലിയസിനുള്ളിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനു ചുറ്റും ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഈ പ്രോട്ടോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇലക്ട്രോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒരു നോർമൽ ആറ്റത്തിൽ ഈക്വലായിരിക്കും. ഒരു ആറ്റത്തിനെ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. എക്സാമ്പിൾ ആൻ ആറ്റം. ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ. പ്ലസ് ക്യൂ സൂചിപ്പിക്കുന്നത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്, അതിൻ്റെ എമൗണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം, അതിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ളത്. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹. ഇലക്ട്രോണിൻ്റെ ചാർജും അത് തന്നെയാണ്, പക്ഷേ അത് ഓപ്പോസിറ്റ് നേച്ചറാണ്, പ്ലസ് മൈനസ്. അതുകൊണ്ട് ഒരു ആറ്റത്തിനെ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. സിംപ്ലി നമ്മൾ പറയും ഡൈപോൾ മൊമെൻറ്റ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് പി. അത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ക്യൂ, ചാർജിൻ്റെ എമൗണ്ട് ആണ് ക്യൂ, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. ഇക്വേഷൻ അവിടെ കിടപ്പുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. It is a vector quantity. Its direction is from negative to positive charge. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് അതിൻ്റെ ദിശ ഡൈപോൾ മൊമെൻറ്റിൻ്റെ. നെക്സ്റ്റ്, ഫോഴ്സ് ആൻഡ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒരു മെറ്റൽ പ്ലേറ്റ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുക, മറ്റേ മെറ്റൽ പ്ലേറ്റ് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുക. അതിനുള്ളിൽ ഒരു ആറ്റം കെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ദിശ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ഇ എന്ന് കാണിച്ചിരിക്കുന്നു. തീറ്റ ആംഗിളിലാണ് ഡൈപോൾ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ പ്ലസ് ക്യൂ. ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാതെ പ്ലസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഈ പ്ലസ് ക്യൂ എന്ന ചാർജ് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ആ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 കൂളംബ് ഓഫ് ചാർജിൽ ചെലുത്തുന്ന ഫോഴ്സ്. അതുകൊണ്ട് ക്യൂ എന്ന ചാർജിൽ ചെലുത്തുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷനും കൂടി എഴുതുന്നു. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ മൈനസ് ക്യൂ. എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. മൈനസ് ക്യൂ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഫീൽഡിൻ്റെ ദിശ ഇതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ആറ്റത്തിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആണ്. അതാണ് അടുത്ത് നമുക്ക് കാണാനുള്ളത്. നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈക്വൽ ടു 0. ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈക്വൽ ടു 0. ഇനി പക്ഷേ ഈ രണ്ട് ഫോഴ്സും ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യുന്നത്. അത് ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യുന്നത്. These two equal and opposite forces produces a turning effect. Turning effect എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക് എന്ന്. ദെയർഫോർ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഡൈപോൾ ടോ ഈക്വൽ ടു കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷനാണ് എഫ് ആർ സൈൻ തീറ്റ. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യൂ ഇൻറ്റു ഇ. ദെൻ ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഫോഴ്സുകൾ തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിവിടെ 2a സൈൻ തീറ്റ വരും. ദെയർഫോർ ടോർക്ക് ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് ക്യൂ ഇൻറ്റു 2a.
Next, torque becomes maximum when theta equal to 90. Sin 90 equal to 1, therefore tau max equal to P into E. Torque becomes 0 when the dipole is parallel or anti-parallel to the field. Dipole കിടക്കുന്നത് ആറ്റത്തിൻ്റെ ആക്സിൽ ലൈൻ പാരലലായിട്ട്, ഫീൽഡിന് പാരലലായിട്ട് അല്ലെങ്കിൽ ആൻറ്റി പാരലലായിട്ട് കിടന്നാൽ തീറ്റ ഈക്വൽ ടു 0, സൈൻ 0 ഈക്വൽ ടു 0, ടോർക്ക് 0. നെക്സ്റ്റ് വേറൊരു പ്രത്യേകത ശ്രദ്ധിക്കാനുള്ളത്, in uniform electric field, the electric dipole has only rotational motion. റൊട്ടേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, നോ ട്രാൻസ്ലേറ്ററി മോഷൻ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അതാ നിന്നെടുത്ത് നിന്നത് റൊട്ടേറ്റ് ചെയ്യും. ബട്ട് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ ഹാസ് ബോത്ത് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ. അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, ദെൻ ഫീൽഡ് കുറവുള്ളിടത്ത് നിന്ന് കൂടുതലുള്ളിടത്തേക്ക് ഇത് മൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് ബോത്ത് റൊട്ടേറ്ററി ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ അലോങ് ദി ആക്സിൽ ലൈൻ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അലോങ് ദി ആക്സിൽ ലൈൻ. ആക്സിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു പോയിൻ്റാണ് പി എന്നത്. അവിടെ ഒരു 1 കൂളംബ്, പോസിറ്റീവ് 1 കൂളംബ് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, കൂളംസ് ലോയിലൊക്കെ പഠിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പ്ലസ് ക്യൂ EA equal to 1/4 pi epsilon 0 q by r plus a the whole square along PA. ഈ പ്ലസ് ക്യൂ ഈ പ്ലസ് 1 കൂളമിനെ റിപ്പൽ ചെയ്യും, അതാണ് along PA. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ ഇതാ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/4 pi epsilon 0 ക്യൂ, രണ്ടിലും ക്യൂ സെയിം ആണ്. ക്യൂ ബൈ ആർ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള പോയിൻ്റാണ്. അപ്പോൾ എ അവിടെ കുറയ്ക്കണം, ഈ ദൂരം, ഇതും ചാർജ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എലോങ് പി ബി. ഈ പോസിറ്റീവ് 1 കൂളമിനെ ഈ മൈനസ് ക്യൂ അട്രാക്റ്റ് ചെയ്യും, അതാണ് എലോങ് പി ബി. ഇ എ ആൻഡ് ഇ ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുപോലെ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആ കുറവ്, അപ്പോൾ ഇത് ഡിനോമിനേറ്റർ കിടക്കുന്നതുകൊണ്ട് ഇ ബി കൂടുതലായിരിക്കും, ഇ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഇ എ. Therefore, net electric field intensity equal to EB minus EA. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ നെറ്റ് കാണാൻ നമ്മൾ നെറ്റ് ഫോഴ്സ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ ഡിഫറൻസ് കാണണം, അതാണ് EB മൈനസ് EA. Therefore, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 pi epsilon 0 ഇത് q by r minus a the whole square, 1/4 pi epsilon 0 q by r plus a the whole square. ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു, ഇത് എൽ സി എടുത്തു, എന്നിട്ടത് ആർ പ്ലസ് ചെയ്ത് ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഫോമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. വേറൊരു ഇവിടെ എ എന്ന് പറയുന്നത് വെരി സ്മോളാണ്, അതുകൊണ്ട് എ സ്ക്വയർ അതിലും ചെറുതായിരിക്കും, അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. ഈ ഇതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ അലോങ് ദി ആക്സിൽ ലൈൻ ഈക്വൽ ടു 1/4 pi epsilon 0 into 2p by r cube. 2p ആണ് ബൈ ആർ ക്യൂബ്. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ്, ക്യൂ ഇൻറ്റു 2a സ്ഥാനത്ത് പി ആക്കി. അപ്പോൾ 2p by r cube, 1/4 pi epsilon 0 2p by r cube. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ. ഈ ഡയഗ്രം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇക്വറ്റോറിയൽ ലൈൻ, ഇത് ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഡൈപോൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന ലൈനാണ്. സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ഡൈപോൾ ആക്സിസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന പോയിന്റ്. ഇവിടെ പി എന്ന പോയിന്റ്, അവിടെ 1 കൂളംബ്, പോസിറ്റീവ് 1 കൂളംബ് വെക്റ്റ് ചെയ്തു. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഈ 1 കൂളമ്പിനെ റിപ്പൽ ചെയ്യും. therefore ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പ്ലസ് ക്യൂ EA ഈക്വൽ ടു, നേരത്തെ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ ഈ y എന്നെടുത്തു. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ദൂരം, ചാർജും പോയിന്റ് നമ്മൾ ദൂരമാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ y എന്നാണ് നൽകിയിരിക്കുന്നത്, y സ്ക്വയർ എലോങ് PA.
Electric field intensity due to minus q EB equal to 1 by 4 pi epsilon 0 q by y square along PB. 1 കൂളമിനെ ഈ മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യും, അതാണ് PB ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, പി എയുടെ ഡയറക്ഷൻ ഇ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പി ബിയുടെ ഡയറക്ഷൻ ഇ ബി എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന കഴിഞ്ഞ വർഷം പഠിച്ച റിസൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഗിവൺ വെക്റ്റർ ക്വാണ്ടിറ്റിനെ രണ്ട് ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. എക്സ് ഡയറക്ഷനിൽ കോസ് കമ്പോണൻറ്റ് വരും, വൈ ഡയറക്ഷനിൽ സൈൻ കമ്പോണൻറ്റ് വരും. അപ്പോൾ കോസ് കമ്പോണൻറ്റ് ഇ എ കോസ് തീറ്റ, ഇ എ സൈൻ തീറ്റ, ഇ എനെ സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ ഇ ബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇ ബി കോസ് തീറ്റ എക്സ് ഡയറക്ഷനിൽ വരും, ഇ ബി സൈൻ തീറ്റ ഇത് താഴേക്ക് വരണം, അതുകൊണ്ട് ഇ ബി സൈൻ തീറ്റ താഴേക്ക് വരും. ഇയുടെയും ഇ ബിയുടെയും വാല്യൂ സെയിമാണ്, അതുകൊണ്ട് സൈൻ തീറ്റയും സെയിമാണ് ഇവിടെ വരണേ. അതുകൊണ്ട് ഇ എ കോസ് തീറ്റ ഇ എ സൈൻ തീറ്റ ഇ ബി സൈൻ തീറ്റ ക്യാൻസലായി പോവും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ രണ്ടും കൂടെ ആഡ് ചെയ്ത് വരും. ഇയുടെയും ഇ ബിയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1 by 4 pi epsilon 0 into 2 into q into a by y cube വരും. y cube ആ കോസ് ഫംഗ്ഷൻ മാറ്റുക, കോസ് തീറ്റ ഈക്വൽ ടു എ ബൈ വൈ, അപ്പോൾ y ക്യൂബ് എന്ന് പറഞ്ഞ ടേം വരും. ഇനി ആ y ക്യൂബ് മാറ്റിയിരിക്കുന്ന ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, വൈ ഈക്വൽ ടു എ സ്ക്വയർ ഓൾ റേസ് ടു 1/2, വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ സ്ക്വയർ നമ്മൾ നെഗ്ലക്ട് ചെയ്തു ഇവിടെയും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു 1 by 4 pi epsilon 0 p by r ക്യൂബ് എന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ ഈക്വൽ ടു 1 by 4 pi epsilon 0 into p by r ക്യൂബ്. ഈ ആക്സിയൽ ടു ദ ഇക്വറ്റോറിയൽ അതിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തു. ഈ ആക്സിലിൻ്റെ ഈ ഇക്വറ്റോറിയലിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 2:1 എന്ന് കിട്ടും. താങ്ക് യു. ഇന്നത്തെ പോർഷൻസ് കഴിഞ്ഞു. അത് ഇതിനോട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്ത് സെൻഡ് ചെയ്യുക. എനിക്ക് പേഴ്സണായിട്ട് ഗ്രൂപ്പിൽ ഇടുക, ശരിയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.